നമസ്കാരം, ഞാൻ ഡോക്ടർ പ്രീത പ്രഭാകർ. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് അലർജിയാണ്. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഫീവർ അഥവാ പനി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അല്ലേ? നമുക്ക് എല്ലാവർക്കും വരാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ ഈ പനിയെ പറ്റി നമുക്ക് കുറച്ച് കാര്യങ്ങളൊന്ന് നോക്കാം. നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, ഈ പനി എന്ന് പറയുമ്പോൾ ഇപ്പോൾ പനിയുടെ കാലമാണ്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മാറി പുതിയ പനികൾ വരുന്നു. വന്ന് ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച തികയണതിന് മുന്നേ നമുക്ക് വീണ്ടും പനി വരുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. കാര്യം ഇപ്പോൾ റീസെൻ്റായിട്ടുള്ള കോവിഡൊക്കെ വന്നതിന് ശേഷം പലർക്കും ഈ പറയുന്ന പനിയുടെ പ്രശ്നം ഇടയ്ക്കിടയ്ക്ക് മാറി പനി വരുന്ന പ്രശ്നങ്ങൾ വരുന്നുണ്ട്. എന്താണ് ഈ പനി നമുക്കെല്ലാവർക്കും അറിയാം. നമ്മുടെ ശരീരം ചൂട് കൂട്ടി നമ്മുടെ ശരീരത്തിൽ കയറുന്ന പാത്തോജൻസിനെ, ബാക്ടീരിയ ആയിക്കോട്ടെ, ഫംഗസോ വൈറസോ എന്ത് പാത്തോജൻ ആണെങ്കിലും അതിനെ പുറന്തള്ളാൻ വേണ്ടി ശരീരം എടുക്കുന്ന ഒരു ഡിഫൻസ് മെക്കാനിസമാണ് ഫീവർ എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ നമുക്ക് പനി വരുമ്പോഴത്തേക്ക് ഈ ചൂട് കയറുമ്പോൾ നമ്മളൊന്ന് പാനിക്കാവും. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ ചൂട് കയറുക എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്ന എന്തായിരിക്കും? ഫിറ്റ്സ് വരുമോ എന്നുള്ളൊരു ടെൻഷനായിരിക്കും. അപ്പോൾ നമ്മൾ പനിയെ ഭയക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ പനി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ഒരു പ്രൊട്ടക്റ്റീവ് മെക്കാനിസമാണ്. അതായത് നമ്മുടെ ശരീരത്തിൽ ആവശ്യമില്ലാത്തൊരു സാധനം കയറിക്കഴിഞ്ഞാൽ അതിനെ ശരീരം പുറന്തള്ളുന്നത് ഭയങ്കരമായിട്ട് ചൂട് കൂട്ടിയിട്ടാണ്. ചൂട് കൂട്ടിയിട്ട് അതിനെ പൂർണ്ണമായിട്ടും ഇല്ലായ്മ ചെയ്യുവാണ് ശരീരം ചെയ്യുന്നത്. അപ്പം നമുക്ക് പുറമേ നോക്കുമ്പോഴത്തേക്ക് ഇച്ചിരി ചൂട് കൂടുമ്പോഴത്തേക്കും നമുക്ക് ടെൻഷനായി തുടങ്ങും. അയ്യോ എന്താ ഇതെന്ന്. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ ടെമ്പറേച്ചർ ഒരു പോയിൻ്റ് വരെ പൊങ്ങിയിട്ട് മാത്രമേ അത് പതിയെ താന്ന് വരത്തുള്ളൂ. ഇതൊരു പ്രോസസ്സാണ്. ഒരുപാട് പ്രോസസ്സുകൾ ഇതിനകത്ത് നടക്കുന്നുണ്ട് ഒരു പനി വരുന്ന സമയത്തെന്ന് പറയുമ്പോൾ. അപ്പോൾ അവിടെ ആക്ച്വലി കുറച്ച് ക്ഷമ നമുക്ക് ആവശ്യമാണ്. ഇന്നത്തെ കാലത്ത് കൂടുതൽ കാണുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും തിരക്കുകളുള്ളവരാണ്, ജോലിക്ക് പോകുന്നവരാണ്. അപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ചെറുതായിട്ടൊന്ന് പനി വരുമ്പോൾ തന്നെ നമ്മൾ ഉടനെ അല്ലെങ്കിൽ കയ്യിലുള്ള ഏതെങ്കിലും മരുന്നെടുത്ത് കഴിച്ചിട്ട് പെട്ടെന്ന് നമ്മൾ ചൂട് കുറയ്ക്കാനുള്ള മെത്തേഡ്സാണ് നോക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാനുള്ള ജോലിക്കും മറ്റുമൊക്കെ പോകും. റെസ്റ്റ് എന്ന് പറയുന്നൊരു സാധനമേ നമ്മൾ എടുക്കാറില്ല. പനിക്ക് റെസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. കാര്യം വേണ്ടുന്ന രീതിയിൽ ശരീരത്തിന് പനിയുടെ സമയത്ത് റെസ്റ്റ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പനി എന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ കയറിയിട്ടുള്ള പാത്തോജൻ പൂർണ്ണമായിട്ട് പുറത്തേക്ക് പോകില്ല. അത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ അവിടെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പനി വന്നു കഴിഞ്ഞാൽ അത് 1 ആഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച എന്തായാലും അതിൻ്റെ ഇമ്പാക്റ്റ് ശരീരത്തിലുണ്ടാവും. അപ്പം നമ്മൾ പെട്ടെന്ന് നമ്മുടെ കയ്യിലുള്ള ഒരു മരുന്ന് കഴിച്ച് നമ്മൾ അതിനെ സപ്രസ് ചെയ്യുവാണെങ്കിൽ അവിടെ സംഭവിക്കുന്നത് താൽക്കാലികമായിട്ട് ഈ പാത്തോജൻ സിംറ്റംസ് ഒക്കെ കുറയും, ചൂട് കുറയും, ബാക്കിയുള്ള ബോഡി പെയിനൊക്കെ കുറയും. കാര്യം അതിനെല്ലാം നമ്മൾ മരുന്ന് കഴിക്കുമ്പോൾ അതൊക്കെ കുറയും. പക്ഷേ ഈ പാത്തോജൻ ചിലപ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെ കിടക്കും. ഒരു 2 ആഴ്ച അല്ലെങ്കിൽ 1 മാസം കഴിയുമ്പോൾ എന്താ പറ്റുക? വീണ്ടും നമുക്ക് പനിയായിട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, പനി വന്നു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ക്ഷമയോടുകൂടി അതിനെ ഡീൽ ചെയ്യേണ്ടത് ആവശ്യമായിട്ടുണ്ട്. കാര്യം ആ സമയത്ത് നമുക്ക് വേണ്ടുന്ന രീതിയിലുള്ള റെസ്റ്റ് നമ്മൾ എടുക്കുക. പനി ആദ്യത്തെ രീതിയിൽ നമുക്ക് പനി വരുമ്പോൾ തന്നെ വീട്ടിൽ എന്തെങ്കിലും ഒരു ഹോം റെമഡീസ് നോക്കുന്നത് നല്ലതായിരിക്കും. നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന എന്തെങ്കിലും ഒരു വസ്തുക്കൾ ഉപയോഗിച്ച് പനിയോ ചുമയോ വല്ലതും ഉണ്ടെങ്കിൽ അതിനെ മാനേജ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതിൽ നിന്നില്ല എന്നുണ്ടെങ്കിൽ, അതായത് ആ സിംറ്റംസ് കൂടി വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറിനെ കാണുക. ഒരിക്കലും സെൽഫ് മെഡിക്കേഷൻ ചെയ്യാണ്ടിരിക്കുക. കാര്യം ഈ സെൽഫ് മെഡിക്കേഷൻ ചെയ്യുമ്പോൾ കൂടുതലും സംഭവിക്കുന്ന സപ്രഷനാണ്. സപ്രഷൻ വന്നു കഴിഞ്ഞാൽ ഉറപ്പിക്കാം പിന്നീട് 2 ആഴ്ച അല്ലെങ്കിൽ 1 മാസമൊക്കെ കഴിയുമ്പോൾ വീണ്ടും വരാം. അത് ചിലപ്പോൾ പനിയായിട്ട് തന്നെ വരണമെന്നില്ല, ബോഡി പെയിൻ ആയിട്ടായിരിക്കും വരിക, ക്ഷീണമായിട്ടായിരിക്കും വരിക. ഇത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം റെസ്റ്റ്. നമ്മൾ തീർച്ചയായിട്ടും പനി വരുമ്പോഴത്തേക്ക് ഒരു 2-3 ദിവസം തീർച്ചയായിട്ടും റെസ്റ്റ് എടുക്കണം. കാര്യം നമ്മുടെ ശരീരത്തിൽ നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിൽ ഒരുപാട് പ്രോസസ്സുകൾ ആ സമയത്ത് നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് റെസ്റ്റ് ആവശ്യമാണ്, പ്രോപ്പർ ഡയറ്റ് ആവശ്യമാണ്.
നമ്മൾ ഡെയിലി ബേസിസിൽ കഴിക്കുന്ന സാധനങ്ങൾ അതൊന്നും നമുക്ക് പനി വരുന്ന സമയത്ത് നമ്മൾ കഴിക്കാൻ പാടില്ല. കാര്യം നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ ഒരുമാതിരിപ്പെട്ട ഇപ്പോൾ ജങ്ക് ഫുഡ്സ് ആണെങ്കിലും സ്ട്രീറ്റ് ഫുഡ്സ് ആണെങ്കിലും അല്ലാതെ ഹോട്ടലിൽ നിന്നൊക്കെ ആണെങ്കിലും നമ്മൾ സ്ഥിരമായി കഴിക്കാറുണ്ട്. പക്ഷേ പനി വരുന്ന സമയത്ത് നമ്മളത് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ദഹന പ്രക്രിയ ചിലപ്പോൾ ശരിയായ രീതിയിൽ ആയിരിക്കണമെന്നില്ല. അപ്പോൾ അത് പനിയെ ബാധിക്കുക, പനി കൂടാനും പിന്നെ ഡയറിയ അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ പോലെയുള്ള പ്രശ്നങ്ങൾ കൂട്ടാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് പലരും ഇന്നത്തെ കാലത്ത് റെസ്റ്റ് എടുക്കുന്നതെന്ന് വെച്ചാൽ കട്ടിലിൽ കിടക്കും, ഫോണോ ലാപ്ടോപ്പോ എടുത്തിട്ട് അത് ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. പക്ഷെ അവിടെ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ഫോണോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഗാഡ്ജറ്റ്സ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതൊരിക്കലും റെസ്റ്റ് ആവില്ല. കാര്യം നമ്മൾ ഫോൺ നോക്കുകയാണെങ്കിൽ എന്താ അവിടെ സംഭവിക്കുന്നത്, അവിടെയും നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ബ്രെയിനും നെർവ്സിനും അവിടെ ഒരു റെസ്റ്റ് കിട്ടുന്നില്ല. അപ്പോൾ എപ്പോഴും അത് ശ്രദ്ധിക്കുക. പിന്നെ തുടക്കത്തിലേ ഓടിപ്പോയി മെഡിസിൻ എന്നുള്ള ലെവലിലോട്ട് നോക്കാതെ കുറച്ച് ക്ഷമയോടുകൂടി അതിനെ ഒന്ന് നോക്കുക. കാര്യം പണ്ട് കാലത്ത് നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരുന്നത്, നമ്മളൊന്ന് നോക്കും, പനി വരുമ്പോഴത്തേക്ക് കുറച്ചൊന്ന് നോക്കിയതിന് ശേഷം മാത്രമേ പിന്നെ മെഡിക്കേഷനിലോട്ട് നമ്മൾ പോകാറുള്ളൂ. വീട്ടിലെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് തന്നെ നമ്മൾ മാനേജ് ചെയ്യാൻ നോക്കും. അപ്പോൾ അതുപോലെ ഒരു ലേശം ക്ഷമ പനിയുടെ കാര്യത്തിലും നമ്മൾ ചെയ്യേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ അത് പ്രോപ്പറായിട്ട് പോകത്തുള്ളൂ.